പ്രേമേന്ദ്രൻ വളരെ പെട്ടെന്ന് ചേരിമാറി വരുന്നു. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP മാറ്റിയിട്ട് അവിടെ പ്രേമേന്ദ്രന് സീറ്റ് കൊടുക്കുന്നു. മൂന്നാം വട്ടവും പ്രേമേന്ദ്രന് UDF സീറ്റ് കൊടുക്കുന്നു. ഇത് കോൺഗ്രസ് തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. അല്ലെങ്കിൽ പതിവായി കോൺഗ്രസ്സാണ് അവിടെ മത്സരിച്ചിരുന്നത്, പലവട്ടം ജയിച്ചു വന്ന മണ്ഡലമാണ്. ഈ തുടർച്ചയായ സീറ്റ് പ്രേമേന്ദ്രൻ നൽകുന്നു എന്നത് സ്വാഭാവികമായും കോൺഗ്രസിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതവർ പുറമേക്ക് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും. അതോ ഈ പ്രേമേന്ദ്രനാണെങ്കിൽ സീറ്റ് ഉറപ്പ് എന്ന ചിന്തയിൽ ഈ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ മാറ്റിവെക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ ഒരു ദൗർബല്യത്തിന്റെ പ്രതിഫലനമാണ്. കാരണം ഇപ്പൊ മുസ്ലിം ലീഗുമായിട്ടുള്ള കോൺഗ്രസിന്റെ ബന്ധം മുമ്പൊക്കെ ഒരു ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു. അതെങ്കിൽ ഇന്നിപ്പോ ഒരു അടിമ ഉടമ ബന്ധം പോലെ മുസ്ലിം ലീഗിനെ പൂർണ്ണമായിട്ടും വഴിപ്പെട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ബന്ധം. അതുപോലെ തന്നെയാണ് ഈ പ്രേമചന്ദ്രൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കോൺഗ്രസിന്റെ പൊതു ദൗർബല്യത്തിനിടയിൽ പ്രേമചന്ദ്രനെ പോലെ ഒരു ഭയങ്കര വിന്നബിലിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ കോൺഗ്രസിന് ഒരു അക്ഷരം പറയാൻ പറ്റില്ല അവിടെ, യാതൊരു രക്ഷയും. അതുകൊണ്ടാണ് കോൺഗ്രസ് പൂർണ്ണമായിട്ടും കീഴടങ്ങുന്നതിന് കാരണം മറ്റൊരു മറുപക്ഷത്തിന്റെ പ്രേമേന്ദ്രന്റെ ശക്തി കൊണ്ടും ഇവരുടെ ദൗർബല്യം കൊണ്ടും. അതുകൊണ്ട് അങ്ങനത്തെ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒന്നും ഇദ്ദേഹത്തിന്റെ വിജയ സാധ്യതയെ ഒരു രീതിയിലും ബാധിക്കുവാൻ തോന്നുന്നില്ല. പിന്നെ ഈ ഒരു വലിയ പെർഫോമർ ആണെന്നുള്ള അദ്ദേഹത്തിന്റെ അനുകൂല ഘടകം വാസ്തവത്തിൽ പ്രേമേന്ദ്രന്റെയും മറ്റെല്ലാം നമ്മളെല്ലാം വിമർശനപരമായിട്ട് കാണുമ്പോഴും നമ്മൾ അംഗീകരിക്കാതിരിക്കുന്ന മന്ത്രി എന്ന നിലയ്ക്കായാലും പ്രതിപക്ഷ അംഗം എന്ന നിലയ്ക്കും ലോക്സഭാ അംഗമായി എന്ന നിലയ്ക്കൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു വലിയ ഘടകമായിട്ട് അത് മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിനപ്പുറത്ത് സാമൂഹിക ഘടകങ്ങൾക്കപ്പുറത്തും ഉള്ള അദ്ദേഹത്തിന്റെ ആകർഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് അത് മറ്റു തന്ത്രങ്ങളെല്ലാം മറുഭാഗത്തുണ്ട്. അതിന് പുറമെ അപ്പൊ ഇങ്ങനെ ഒരു വലിയ വിന്നബിലിറ്റി ഉള്ള ഒരു മാസ്റ്റർ പ്ലെയർ ആയിട്ട് മാറിയിരിക്കുന്ന പ്രേമേന്ദ്രന്റെ എതിരെ ഉള്ള മൂവുകൾ അല്ലെങ്കിൽ ഒരു നീക്കങ്ങൾക്ക് ഇടതുപക്ഷം മുൻപേ പരാജയപ്പെട്ടിരിക്കുന്ന ആണ് ഈ കൊല്ലത്തെ പ്രധാനപ്പെട്ട കാഴ്ച. അത് ഇപ്പോഴും തീർച്ചയായിട്ടും ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് മുകേഷ്, അത് കുറ്റം പറയാനില്ല. പക്ഷെ അത് മതിയോ എന്നുള്ളത് ഇനി തെളിയിക്കുന്നില്ല. നമ്മൾ അവസാനം NDAയുടെ ഒരു സാധ്യതയിലേക്ക് വന്നതിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, അതായത് 2014-ലും 2019-ലും 2009 മുതൽ എടുത്തു കഴിഞ്ഞാൽ കൊല്ലത്ത് NDAയുടെ അല്ലെങ്കിൽ BJPയുടെ പ്രകടനം അത്രത്തോളം വലിയ പ്രകടനമൊന്നുമല്ല. അപ്പോൾ PM വേലായുധൻ മത്സരിക്കുമ്പോൾ ഏതാണ്ട് 6% വോട്ട് മാത്രമാണ്. PM വേലായുധൻ അന്ന് BJPയെ സംബന്ധിച്ച് അവരുടെ സീനിയർ ലീഡറാണ്. അദ്ദേഹം മത്സരിക്കുമ്പോൾ ഏതാണ്ട് 6%-ഓളം വോട്ട് മാത്രമാണ് കിട്ടിയത്. ഇക്കുറി കൃഷ്ണകുമാറിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കുന്നത് പോലും ഏറെ വൈകിയാണ്. ഏറ്റവും അവസാനം BJP പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കൃഷ്ണകുമാർ വൈകിയാണ് അവിടേക്ക് എത്തുന്നത്. കൃഷ്ണകുമാറിനൊരു പക്ഷേ താരപരിവേഷമുണ്ട്. വലിയ തോതിൽ പ്രതികരിക്കുന്ന BJPക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇക്കുറി BJPക്ക് എത്രത്തോളം ഒരു മത്സര സാധ്യത നൽകുന്നുണ്ട്? തീർച്ചയായിട്ടും BJPക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വേലായുധൻ തീർച്ചയായിട്ടും പാർട്ടിയിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ്, നേതാവാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ BJPക്കകത്ത് തന്നെ അദ്ദേഹത്തിന് നേരിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് അദ്ദേഹം തന്നെ വ്യക്തമായി വളരെ പലതവണ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ ഒരു വലിയ അംഗീകാരമൊന്നും പാർട്ടിക്കുള്ളിലില്ല. അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണെന്നൊക്കെ ശരിയാണെങ്കിലും അത് അപ്പുറത്തൊന്നും അദ്ദേഹത്തിന് വലിയ അംഗീകാരമൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ തവണ സാബു ആണെങ്കിൽ അത് അത്ര പോലും ഇല്ലാത്ത. അപ്പൊ ഇവര് രണ്ടുപേരും താരതമ്യേന വളരെ ദുർബലരായിരുന്നു. NDAയുടെ ഈ ഒഴുക്കിന് ഒപ്പം നീന്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥികളൊന്നും ആയിരുന്നില്ല. അപ്പൊ അതിൽ നിന്ന് ഒരല്പം വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാകും. BJPയുടെ ഒരു ട്രഡീഷണൽ വോട്ടുകൾ ചിലപ്പോൾ മിക്കവാറും ഈ കൃഷ്ണകുമാറിന് ലഭിക്കാനുണ്ട്. അതിന് പുറമെ സിനിമാ നടൻ എന്നൊക്കെ രീതിയിലുള്ള ചില. അപ്പൊ തീർച്ചയായിട്ടും BJPക്ക് ഇന്നലെ കഴിഞ്ഞ തവണ കിട്ടിയതിനെക്കാട്ടിലും അല്പം കൂടെ ഇങ്ങനെ വോട്ട് കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് ആയിരിക്കും പ്രേമചന്ദ്രന് വോട്ടുകളുടെ കുറവിന്റെ പ്രധാനപ്പെട്ട കാരണം. കുറവുണ്ടാവുകയാണെങ്കിൽ ചെറിയ തോതിലെങ്കിലും കുറവുണ്ടാകുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഇപ്പൊ മുകേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് അപ്പുറത്ത് ഈ കൃഷ്ണകുമാർ നേടാൻ പോകുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. വലിയ തോതിലൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പൊ 6-7% ചിലപ്പോൾ ഒരു 10-12 ആയിട്ട് മാറാം എന്നുള്ളതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത്രയും ഒരു ചെറിയ കയറ്റം BJP പ്രതീക്ഷിക്കാറ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കൊല്ലത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യം എടുത്താൽ ചില നിയമസഭാ മണ്ഡലങ്ങളിലും BJP വലിയ വളർച്ച നേടിയിട്ടുണ്ട് എന്ന് കാണാം. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കണം. ഉറപ്പായിട്ടും കിട്ടും. കാരണം BJPയുടെ ഈ മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളും നമ്മൾ കാണുന്ന പോലെയല്ല. BJPയുടെ വോട്ട് ഇത്തവണത്തും കൂടി വർദ്ധിക്കുന്ന സംശയമില്ല. അതിനകത്ത് നമ്മൾ പല ചർച്ചകളിൽ പറഞ്ഞ പോലെ പരമ്പരാഗതമായി BJPക്കെതിരെ മതേതര പക്ഷത്തും മറ്റും നിന്നിരുന്ന ഒരുപാട് പേർ
ഈ പുതിയ ഹിന്ദുത്വ കൊടുങ്കാറ്റിന്റെ വിധേയമായി മാറിയിട്ടുണ്ട്. അപ്പോ അത് ഇടതുപക്ഷത്തും കോൺഗ്രസ് പക്ഷത്തും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോ അങ്ങനെ ഒരു വോട്ട് അങ്ങനെ ഒരു വിഭാഗത്തിന്റെ തീർച്ചയായിട്ടും വോട്ട് വരുന്നതോടുകൂടി ബി ജെ പിക്ക് അതിന്റെ വോട്ട് ചെറിയ തോതിലെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റി സംശയമില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തമായ മണ്ഡലങ്ങളിലെല്ലാം പറഞ്ഞ അത്ര ശക്തി തെളിയിച്ചിട്ടില്ലാത്ത, അതായത് ഇപ്പൊ 25% മുകളിലുള്ള 4-5 മണ്ഡലങ്ങളുണ്ടെങ്കിൽ 20 ചുറ്റിനൊക്കെ 25-ലേക്കുമൊക്കെ എത്തിച്ചുകൂടായില്ല. റൈറ്റ്. കൊല്ലത്തെ സംബന്ധിച്ച് പഴയ കരുത്തുണ്ടോ 2024 പ്രേമചന്ദ്രന് എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു മത്സരം ഉണ്ടാക്കിയെടുക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. മുൻതൂക്കം ഇപ്പോഴും പ്രേമേന്ദ്രന് തന്നെ എന്ന് സംശയമില്ലാതെ പറയാം. പക്ഷേ അടിയൊഴുക്കുകൾ ഒഴുക്കിക്കളയുന്ന മണ്ണ് പ്രേമചന്ദ്രന് വെല്ലുവിളിയാവുന്നുണ്ട്. അതാകും കൊല്ലത്തെ ഫലം നിർണ്ണയിക്കുക.